ഈ അത്തരത്തിലൊരു ഒരു വാദം ഉയർത്തുന്നത് ശരിയല്ല എന്ന എനിക്ക് തോന്നലാണ് എനിക്ക് കിട്ടുന്നത്. ഇപ്പോൾ കാരണം അങ്ങനെ മറ്റ് സ്റ്റേറ്റുകളിൽ അതില്ലല്ലോ. ഇപ്പോൾ ഡൽഹി ഏറ്റവും കൂടുതൽ സ്ത്രീകൾ യാത്ര ചെയ്യുന്ന ഒരു നഗരി, തലസ്ഥാന നഗരിയാണല്ലോ. ഇവിടെ ആ രൂപത്തിൽ സൗജന്യ യാത്ര പ്രഖ്യാപിച്ചിട്ട് വർഷങ്ങളായി, 5-10 വർഷമായല്ലോ. പക്ഷേ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇവിടെയും പ്രൈവറ്റ് ബസ് ഉണ്ടല്ലോ, പ്രൈവറ്റ് ബസ് ഉണ്ടാവുമല്ലോ. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ അവരെ ആശംസിക്കുകയാണ്. ഒപ്പം ഇന്നത്തെ ക്യാബിനറ്റിൻ്റെ തീരുമാനം എന്തൊക്കെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഞങ്ങളുടെ പ്രവർത്തകർ ഒന്നിച്ചുകൂടി ഒരു ചെറിയൊരു മീറ്റിംഗ് ആയിരുന്നു. ആ മീറ്റിംഗ് ഉള്ളതുകൊണ്ട് ടി വി ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്ത് തീരുമാനമാണ് പ്രധാനമായും എടുത്തത് എന്നുള്ളത് എനിക്കറിയില്ല. എന്നാൽ പ്രധാനപ്പെട്ട തീരുമാനം സ്ത്രീകളുടെ സൗജന്യ യാത്ര ജൂൺ 15 മുതൽ ഈ 2 തീരുമാനങ്ങളും അവരെടുത്തു. തീർച്ചയായും വളരെ സന്തോഷമുണ്ട്. ഏതൊരു ഗവൺമെൻറ്റിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഞാൻ പറഞ്ഞു, അവർ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ കർക്കശമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ്. ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകളോട് പറഞ്ഞിട്ടുള്ള കാര്യം ഇന്നത്തെ മുഖ്യമന്ത്രി, അത് വിശേഷിച്ചും ഞാൻ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ തുടങ്ങിയിട്ടുള്ള ആശാപ്രവർത്തകർ, ഞാനാണ് അത് ഇംപ്ലിമെൻ്റ് ചെയ്തത് കേരളത്തിൽ. ആ ആശാപ്രവർത്തകർക്ക് അവർക്ക് നൽകുമെന്ന് പറഞ്ഞ അലവൻസ്, വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ അലവൻസ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു എന്ന ക്യാബിനറ്റ് തീരുമാനം ഞാൻ വളരെ സന്തോഷത്തോടെ തന്നെയാണ് സ്വാഗതം ചെയ്യുന്നത്. കാരണം നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും അത് സ്വാഗതം ചെയ്യുക എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെയും ഉത്തരവാദിത്വമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലെ എത്രയോ നല്ല നല്ല തീരുമാനങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സഖാവ് പിണറായി മുഖ്യമന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ മറക്കുന്നില്ല. ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു ഗവൺമെൻറ് ആയിരുന്നു കഴിഞ്ഞ 10 കൊല്ലത്തെ ഗവൺമെൻറ്. ഇപ്പോഴത്തെ ഗവൺമെൻറ്റും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് തൃപ്തിയും സമാധാനവും ആശ്വാസവും നൽകുന്ന നടപടികൾ കൈക്കൊള്ളണം. അതുതന്നെയാണ് ഞാനും അഭ്യർത്ഥിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോൾ അവർ അതിലും വിശേഷിച്ച് ബഹുമാന്യനായ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നപ്പോഴാണ് പറഞ്ഞത്, കേരളത്തിലെ സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിൽ KSRTCയിൽ സൗജന്യമായിട്ടുള്ള യാത്ര അനുവദിക്കും. തീർച്ചയായും അത് സ്ത്രീകളെ വലിയ തോതിൽ ആകർഷിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഡൽഹിയിലും അതുപോലെ പല സ്റ്റേറ്റുകളിലും ഇത്തരത്തിലുള്ള സ്ത്രീ വോട്ടർമാർക്ക് മാത്രമല്ല യഥാർത്ഥത്തിൽ പെൺകുട്ടികൾക്കടക്കം, ചെറിയ പെൺകുട്ടികളെയും അത് ആകർഷിച്ചിട്ടുണ്ട്. സൗജന്യമായിട്ടുള്ള ബസ് യാത്ര ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹിയിൽ ആണല്ലോ നമ്മളുള്ളത്. ഡൽഹിയിൽ മെട്രോയിൽ കയറിയാൽ പൈസ കൊടുക്കണ്ട, സൗജന്യമാണ്. അത് കുറച്ച് നാളായി, അത് നമ്മുടെ മുൻപത്തെ ആം ആദ്മി പാർട്ടിയുടെ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ബസ്സിലും ഉണ്ട്, മെട്രോയിലും ഉണ്ടല്ലോ. ഇല്ലേ? മെട്രോയിലില്ല, ബസ്സിൽ മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു തവണ കയറി, ബസ്സിലാണെന്ന് തോന്നുന്നു. ബസ്സിലും ഡൽഹിയിലും ബസ്സിലാണ് സൗജന്യം. അതുപോലെ ഇപ്പോൾ കേരളത്തിൽ കുറച്ച് ഏറെ സാമ്പത്തിക ബാധ്യത തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ഒരുപാട് സ്ത്രീകൾ ദിവസേന സഞ്ചരിക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. അത് ഒരുപാട് ആളുകൾ KSRTCയെ തന്നെയാണ് ആശ്രയിക്കുകയും ചെയ്യുന്നത്. അത്തരമൊരു സന്ദർഭത്തിൽ ഇതിനു വേണ്ടി പ്രത്യേകമായിട്ടുള്ള സാമ്പത്തിക സ്രോതസ്സ് കണ്ടെത്തേണ്ടി വരും. അത് കണ്ടെത്താനുള്ള വിശ്വാസം അവർക്കുണ്ടാവും. സ്വകാര്യ ബസ് മേഖല തകരുമെന്നൊരു ആശങ്ക ഇപ്പം ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഉയർത്തിയിട്ടുണ്ട്. ഇങ്ങനെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുമ്പോഴേ സ്ത്രീകൾ എല്ലാവരും KSRTC മാത്രമേ, അപ്പോൾ അവരുടെ മേഖലയിൽ ഒരു തകർച്ച ഉണ്ടാകും. അത് ശരിയാണോ അങ്ങനെ പറയുന്നത്? ഈ അത്തരത്തിലൊരു വാദം ഉയർത്തുന്നത് ശരിയല്ല എന്ന എനിക്ക് തോന്നലാണ് എനിക്ക് കിട്ടുന്നത്. ഇപ്പോൾ കാരണം അങ്ങനെ മറ്റ് സ്റ്റേറ്റുകളിൽ അതില്ലല്ലോ. ഇപ്പോൾ ഡൽഹി ഏറ്റവും കൂടുതൽ സ്ത്രീകൾ യാത്ര ചെയ്യുന്ന ഒരു നഗരി, തലസ്ഥാന നഗരിയാണല്ലോ. ഇവിടെ ആ രൂപത്തിൽ സൗജന്യ യാത്ര പ്രഖ്യാപിച്ചിട്ട് വർഷങ്ങളായി, 5-10 വർഷമായല്ലോ. പക്ഷേ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇവിടെയും പ്രൈവറ്റ് ബസ് ഉണ്ടല്ലോ, പ്രൈവറ്റ് ബസ് ഉണ്ടാവുമല്ലോ. ഇനി പ്രൈവറ്റ് ബസ് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിന് പരിഹരിക്കാൻ കഴിയണം. അങ്ങനെ എന്തെങ്കിലും അവർ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക പ്രയാസം, പ്രതിസന്ധി നേരിടുന്നു എന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം ഭരിക്കുന്ന ഗവൺമെൻറ്റിനാണ്. അത് ഗവൺമെൻറ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് കാരണം അവരെ ബുദ്ധിമുട്ടിലാക്കിയിട്ടല്ല, ഒരു വ്യവസായത്തെ തകർത്തുകൊണ്ടല്ല ഒരു ക്ഷേമ പ്രവർത്തനം നമ്മൾ നടത്തേണ്ടത്. ആ വ്യവസായത്തെയും പ്രൈവറ്റ് മേഖലയിലുള്ള ബസ് സർവീസ്
അത് നിലനിർത്തിക്കൊണ്ട്, അതും ജനങ്ങളെ ലക്ഷക്കണക്കിന് ജനങ്ങളെ ആശ്രയിക്കുന്നതാണ്. അത് നിന്നുപോയാൽ അതും വലിയ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെ ആയിരിക്കണം. അത് കാണാതെ ആയിരിക്കില്ലല്ലോ. വെറുതെ ഒരു വാഗ്ദാനം പെട്ടെന്ന് ഒരു ദിവസം ഉണർന്നെണീറ്റിട്ട് പ്രഖ്യാപിക്കുന്ന വാഗ്ദാനമായിട്ടല്ലല്ലോ നമ്മൾ കാണുന്നത്. ആലോചിച്ചിട്ടായിരിക്കും.